അഡ്രസ്സാണ്. അതാരാ? അത് വളപ്പിൽ ബീരാന്റെ കുട്ടിയാന്നുള്ള അഡ്രസ്സാ. എന്താണ് നിർഭയത്വം എന്ന് ചോദിച്ചാൽ ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ മുറ്റത്തു കാണലാണ് നിർഭയത്വം. അങ്ങനെ ഒരാൾ ഉണ്ടായാൽ മതി പറയാൻ. വാപ്പ വലിയ ഗൗരവക്കാരെന്ന വിചാരം നമ്മളെ. മാതാപിതാക്കളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചത്. ജാമിയ സലഫിയയും എൻ്റെ മാതാപിതാക്കളും തമ്മിൽ ആ വിഷയം ആരംഭിക്കണമെന്നതാണ് എനിക്ക് താല്പര്യം. 2019 ജൂലൈ 25 വ്യാഴാഴ്ച ദിവസം സുബൈക്ക് 5 മണി. സുബൈക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം മൊബൈലുകളിലേക്ക് തുരുതുരാ വന്ന ഏറെ പ്രിയപ്പെട്ട പലരുടെയും ഫോൺ കോളുകൾ. തിരിച്ചുവിളികളിൽ ഉണ്ടായിരുന്ന മറുപടി, ഞങ്ങൾ ഉപ്പാനെ വാപ്പാന്നാ വിളിക്കാറ്. വാപ്പാക്ക് സുഖമില്ല, എത്രയും പെട്ടെന്ന് മഞ്ചേരി കൊരമ്പയിലേക്ക് പോരുന്നു. അത്രമേൽ ആളുകളുടെ ഫോൺ വിളികളും ആ നേരത്തെ സംസാരവുമെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയം എന്താണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധമുള്ള പക്വതയൊക്കെ അന്നുണ്ടായിരുന്നു. ബൈക്കെടുത്ത് അന്ന് ജ്യേഷ്ഠനും ഇവിടെ പഠിക്കുന്നുണ്ട്, അവനെയും കൂട്ടി മഞ്ചേരി കൊരമ്പ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. കാഷ്വാലിറ്റിയിൽ അന്വേഷിച്ചു. ഫോണെടുത്ത് മറ്റൊരു ജ്യേഷ്ഠനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കുമ്പോൾ ഫോണിൽ നെറ്റ് ഓണായി കിടന്ന കാരണം കൊണ്ട് മുന്നിൽ വന്ന മെസ്സേജുകളുടെ ആദ്യ മെസ്സേജിൽ ഉപ്പയുടെ മരണവാർത്ത ഉണ്ടായിരുന്നു. അല്ലാഹു മാഫല്ലാഹു. എന്താണോ മനസ്സിൽ കരുതിയത് അത് സത്യമാണ് എന്നറിയുമ്പോൾ കൈകാലുകൾക്ക് തണുപ്പ് അനുഭവപ്പെട്ടതും നാവിന് തളർച്ച അനുഭവപ്പെട്ടതും ഓർമ്മയുണ്ട്. നിലത്തിരുന്നു. അല്പനേരം കണ്ണുനീർ വറ്റുന്നത് വരെയും അവിടെ ഇരുന്നു. ബൈക്കെടുത്ത് വീണ്ടും വീട് ലക്ഷ്യമാക്കി തിരിച്ചു ചെല്ലുമ്പോൾ തലേ ദിവസം സുഖമാണോ എന്ന് ചോദിച്ച, പണമെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പരതിയ ഉപ്പയുടെ നിശ്ചലമായ ശരീരം കാണുന്നു. അന്നൊന്നും വലിയ പ്രശ്നമല്ല. ഇവിടുന്ന് അധ്യാപകർ വിളിക്കുന്നു, കുട്ടികൾ വരുന്നു, സുഹൃത്തുക്കൾ വരുന്നു. നമ്മളിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ മാതാപിതാക്കളുടെ മരണ ദിവസം ചിലപ്പോൾ അത്രയൊന്നും നമ്മൾക്കതിൻ്റെ വേർപാടിൻ്റെ പാടെത്രയാണ് എന്ന് മനസ്സിലാകണമെന്നില്ല. മരണം കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസം നമ്മളെ കാണാനും ഉപ്പയുടെ സൗഹൃദങ്ങളുടെ വലിപ്പം പറയാനും ഒക്കെ ആളുകളുടെ സന്ദർശനങ്ങളുണ്ടാവും. പക്ഷെ ആ 2 ദിവസങ്ങൾക്കപ്പുറം വീട്ടിൽ നാം തിരിച്ചറിയുന്ന ഒരു ശൂന്യതയുണ്ട്. നമ്മുടെ കുടുംബം നമ്മൾക്ക് പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ ഉത്തരം നമ്മുടെ പ്രിയപ്പെട്ടവരവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീട് പ്രിയപ്പെട്ടതാവുന്നത്. വീടിൻ്റെ വലുപ്പത്തെക്കാളും ആ വീട് നമ്മൾക്ക് നൽകുന്ന തണുപ്പിലാണ് വിഷയം. ആ വീടിൻ്റെ അഡ്രസ്സായി നിൽക്കുന്ന 2 ആളുകൾ ഉമ്മയും ബാപ്പയുമാണ്. അവരെ ജീവിതമുടനീളം ആ മക്കളോടുള്ള കാരുണ്യവുമാണ്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ മറ്റൊരാളെയും ആരാധിക്കരുത്. കറകളഞ്ഞ വിശ്വാസ വിശുദ്ധിയുടെ കൂടെ അള്ളാഹു ചേർത്തു പറഞ്ഞ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന. ആ കറകളഞ്ഞ വിശ്വാസ വിശുദ്ധിയുടെ കൂടെ മാതാപിതാക്കളുടെ സ്നേഹവും തൃപ്തിയും അവർക്ക് നമ്മിലുണ്ടാകുന്ന സന്തോഷവും കൂടെ ജീവിതത്തിൽ നേടിയെടുത്താൽ മാത്രമേ ജീവിതത്തിന് വിജയമുണ്ടാവുകയുള്ളൂ. ആ വിജയത്തിന്റെ അനിവാര്യമായി നിൽക്കുന്ന 2 പേർ അവരാണ് എന്ന് പഠിപ്പിച്ചു. ഹുമാ ജന്നതുക വ നാറുക. ആ ഉമ്മയും ബാപ്പയും നിന്റെ സ്വർഗമാണ്, നരകമാണ്. മക്കൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെയൊന്നും മാതാപിതാക്കൾ പറയാറില്ല. ചെയ്യേണ്ടത് തന്നെയായിരുന്നു എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്.
അതൊരു ഔദാര്യമായിട്ടോ വലിയ പ്രവൃത്തിയായിട്ടോ അവരാരും അത് എടുത്തു കാണിക്കാറുമില്ല. എൻ്റെ മക്കൾ എന്ന് അഭിമാനത്തോടു കൂടിയാണ് ഓരോ രക്ഷിതാക്കളും അവനവൻ്റെ മക്കളെ പരിചയപ്പെടുത്താറും. നമ്മുടെ നിരൂപണങ്ങളിൽ ഒന്നും ഒതുങ്ങുന്ന കഥാപാത്രങ്ങളെയല്ല ഉമ്മയും ബാപ്പയും. സ്വർഗത്തെക്കുറിച്ച് പറയുമല്ലോ, റിവായത്തിൽ ദുർബലതയുണ്ടെങ്കിലും ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന ഹദീസിന്റെ ആശയം വളരെ കൃത്യമാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യ കവാടം, നടുവിലെ വാതിൽ ഉപ്പയാണ്. നമ്മൾ സ്വർഗത്തെ കുറിച്ച് പറയില്ലേ, മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സിന്റെ സങ്കല്പങ്ങൾക്കും സാധ്യമല്ലാത്ത ഒന്നാണ് സ്വർഗമെന്ന്. അത്ര തന്നെ ഭാവനാതീതമാണ് ഉമ്മയും ബാപ്പയും. നമ്മൾ കാണുന്നതിലും അപ്പുറമുണ്ട് ആ രണ്ടുപേരെന്നർത്ഥം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഈറ എന്ന പ്രാർത്ഥന നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി മക്കളായ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ്. എങ്കിൽ അവസാനമായിട്ട് അവനവന്റെ നാവിൻ തുമ്പുകളിൽ ഈ പ്രാർത്ഥന എന്നാണ് ആത്മാർത്ഥമായിട്ടൊന്ന് കടന്നു വന്നത് എന്ന് ആലോചിക്കുക. ആ പ്രാർത്ഥനയുടെ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് മാതാപിതാക്കളുടെ മഹത്വം. ഉമ്മയും ബാപ്പയും നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗം, അതിന്റെ വേദനകൾ, യാതനകൾ, നൊമ്പരങ്ങൾ മക്കളുടെ നാവിലൂടെ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കടന്നു വരണം. ആഴ്ചയിൽ 3 വട്ടമെങ്കിലും പറയണം. നമ്മൾക്ക് ഏതോ 1-2 ഉപകാരങ്ങൾ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളെ കുറിച്ച് നമ്മൾക്ക് വാതോരാതെ പറയാനുണ്ട്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ ജനിക്കാൻ കാരണക്കാരായ ആൾക്കാർ, ശരിക്കും നമ്മുടെ വാപ്പയും നമ്മൾക്ക് ആരാണ്? നമ്മുടെ ജനനത്തിന് വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്ത 2 ആളുകൾ. നമ്മുടെ ജീവിതത്തിൽ നാം ഉമ്മയുടെ വയറ്റിൽ നമ്മൾ വളരുന്ന ഓരോ ഘട്ടത്തിലും ഉമ്മയുടെ വയറ്റിൽ നമ്മുടെ ഭാരം വർദ്ധിക്കുന്നു. വേദന സഹിച്ച്, യാതന സഹിച്ച്, രക്തത്തിന്റെ ബ്ലീഡിങ് സഹിച്ച്, ഛർദിൽ സഹിച്ച്, എല്ലാം സഹിച്ച് 9 മാസത്തിന്റെ അപ്പുറം നമ്മുടെ മുഖമൊന്ന് കണ്ടപ്പോൾ, കരച്ചിലൊന്ന് കേട്ടപ്പോൾ ഉമ്മയുടെ 9 മാസ വേദനകളെ ഉമ്മ മറന്നു. നാമാകുന്ന ഒരു കുഞ്ഞ് ജന്മം കൊള്ളാൻ പോകുന്നു എന്ന വിവരമറിഞ്ഞ മുതൽ ആ ഗർഭത്തെ പ്രസവിക്കാതെ തലയിലേറ്റുന്ന ഒരു വാപ്പ. ഈ അടുത്തിങ്ങനെ സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ഉമ്മയോട് ഉമ്മാന്റെ നേരെ കത്തി ചൂണ്ടി മകൻ. ഉമ്മ അവന്റെ മൊബൈൽ, ഗെയിം കളിക്കാൻ കൊടുത്ത മൊബൈൽ ഉമ്മ തിരിച്ചു വാങ്ങി വെച്ചതിന് 10ാം ക്ലാസ്സുകാരൻ ഉമ്മയുടെ നേരെ കത്തി ചൂണ്ടി. ഉമ്മയെ ഡോറിട്ട് പൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. കൂട്ടുകാരെ കൂടെ പകലന്തിയോളം ജീവിതത്തെ തള്ളി നീക്കുന്നവൻ. ഞാൻ വെറുതെ ചോദിച്ചു, മോനെ, നിന്റെ കൂട്ടുകാർ നിനക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും എണ്ണടാ. അവൻ എണ്ണ, ചായ വാങ്ങിത്തരും, കൂടെ എപ്പോഴും ഉണ്ടാവും, കട്ടക്ക് കൂടെ നിൽക്കും. ഒരു 3 എണ്ണം കഴിഞ്ഞപ്പോ അവന്റെ മറുപടികളൊക്കെ തീർന്നു. ഇനി ഉമ്മ ചെയ്ത ത്യാഗത്തിന്റെ വേദന ഒന്ന് പറ. നമ്മൾ എത്ര എണ്ണും, നമ്മൾ എത്ര കണക്ക് കൂട്ടും? ആ ഉമ്മ 10 കൊല്ലമായി വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരണപ്പെട്ടു. പിന്നീട് ആ ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഞാനെങ്ങാനും വിവാഹം കഴിച്ചാൽ ആ ഭർത്താവ് എങ്ങാനും എന്റെ മോനെ പൊന്നുപോലെ നോക്കാതിരിക്കുമോ എന്ന ഭയത്താൽ മകനു വേണ്ടി ജീവിച്ച ഉമ്മ. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വേദനകളും യാതനകളും ഒന്നും പുതിയ മക്കൾ അറിയുന്നില്ല എന്ന സത്യം. ഒരു സെന്റിമെന്റും ഇല്ലാത്ത മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ബാപ്പ ഉമ്മ എന്ന വികാരങ്ങളെ അവരലട്ടുന്നില്ല. ജീവിതത്തിൽ മുൻപ് നേരത്തെ സൂചിപ്പിച്ച പോലെ ലിബറലിസം കടന്നുകൂടിയതിന്റെ പശ്ചാത്തലങ്ങളും അതിന്റെ ഭവിഷ്യത്തുകളുമെല്ലാം വളരെ വലിയ തോതിൽ മക്കളിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തിരിച്ചപ്പുറത്തുനിന്ന് ഒരു മറുപടി ഇപ്പൊ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ ഇന്ന് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാരാന്ന് ചോദിച്ചാൽ മാതാപിതാക്കളും അവനാന്റെ നല്ല കാലത്ത് ഉമ്മാനെയും ഉപ്പാനെയും നല്ല മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ പിന്നീട് അവനെ നല്ല കാലം വന്നപ്പോഴേക്കും ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയ മനുഷ്യരാണ്. അവർക്ക് അവരെ പണം കൊണ്ട് പകരാകൂല.
അവരെ മക്കള് സന്തോഷം തരുന്നുണ്ടാവും, പക്ഷെ മക്കളെ കൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും പകരാവൂല, ചങ്ങാതിമാരെ കൊണ്ട് പകരാവൂല, AC ഇട്ട വണ്ടി പകരാകൂല, പൈസയും കാറും പകരാവൂല. എന്തേന്റെ ഉത്തരം? എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ഞാനൊരു കാര്യം പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ എങ്കിൽ എൻ്റെ മുഖത്തുനിന്ന് എൻ്റെ പ്രശ്നം വായിച്ചെടുക്കാൻ ദുനിയാവിലാകെ പറ്റുന്ന ആൾക്കാർ ഉമ്മയും ബാപ്പയായിരുന്നു. ഇങ്ങനെ ക്ഷീണിച്ചു വരുമ്പോ എന്തോ ഒരു തളർച്ച എൻ്റെ കുട്ടിക്കുണ്ടല്ലോ, എൻ്റെ കുട്ടി പോയി കിടന്നോ എന്ന് വായിച്ചെടുക്കാൻ ഉമ്മാക്ക് പറ്റും. പുറമേക്കെന്നെ പുഞ്ചിരിക്കുമ്പോൾ എവിടെ ഒരു ചീത്ത കിട്ടിയ സങ്കടം എൻ്റെ മകന്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് ഉമ്മാക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ആ രണ്ടാളുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അത് കൂടെയുള്ള സമയം ഒന്ന് ചേർത്തു പിടിക്കാൻ നമ്മൾക്ക് പറ്റണം. ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കാൻ പറ്റണം. ജീവിതത്തിലെ നഷ്ടപ്പെട്ട നമസ്കാരങ്ങളൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ വീണ്ടും തുടങ്ങാം. കൊടുക്കാതെ പോയ സക്കാത്തുകളൊക്കെ വീണ്ടും കൊടുത്തീർക്കാം. പക്ഷെ ഉമ്മയോടും ബാപ്പയോടും നാം നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും ജീവിതത്തിൽ നമ്മൾക്കെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഉള്ളുനീറി പുകയുകയല്ലാതെ ജീവിതത്തിൽ ആ നൊമ്പരങ്ങളുടെ ഭാരമേറി നടക്കുക എന്നല്ലാതെ മറ്റു പരിഹാരങ്ങളൊന്നുമില്ല. പഠിച്ചോനെ, എമ്മാക്കും ബാപ്പാക്കും തൗഹീദ് ഉണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലെങ്കിലും കാണിച്ചേരണേ എന്ന അതീവമായ അലട്ടലോടുകൂടി മാത്രമായിരിക്കും ആ മനുഷ്യർ മുന്നോട്ട് പോകുക. എങ്കിൽ അവനവന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കും അവർക്ക് സ്നേഹവും കാരുണ്യം കൊടുക്കണം. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, എത്ര കൊല്ലായി ഉമ്മാനെ ഒന്നിങ്ങനെ ചേർത്തു പിടിച്ചിട്ട് എത്ര കൊല്ലായി, വാപ്പാനെ ഒന്ന് തൊട്ടിട്ട് എത്ര കൊല്ലായി, ഒന്ന് സംസാരിച്ചിട്ട് എത്ര കൊല്ലായി. വാപ്പാ സുഖല്ലേ, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ശരി. പക്ഷെ ആ വാപ്പയും ഉമ്മയും നമ്മുടെ ജീവിതത്തിന്റെ ഹേതുവായ വാപ്പയെയും ഉമ്മയെയും നമ്മൾക്കൊന്ന് സംസാരിക്കാൻ നേരല്ലെങ്കിൽ, ഒരു പുരുഷൻ ഒരാഴ്ചയിൽ ഒറ്റക്ക് ജീവിക്കുകയാണെങ്കിൽ 1500 റുപ്യക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. പക്ഷെ അതേ പുരുഷൻ നട്ടപ്പാതിരാക്ക് പല പീഡികക്കോലായുടെ മുമ്പിൽ കാവൽ നിൽക്കുക. 50 കിലോന്റെയും 100 കിലോന്റെയും ചാക്ക് നട്ടപ്പാതിരക്ക് ഏറ്റി നടക്കുക മനുഷ്യൻ. ആർക്ക് വേണ്ടി? കുടുംബത്തിന് വേണ്ടി. വാപ്പാന്റെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിഫിക്കേഷൻ കുറവേക്കാരം. ഉമ്മാന്റെ കല്യാണ ഫോട്ടോ ഉമ്മാന്റെ ഇപ്പത്തെ കോലം എടുത്താൽ ഉമ്മ കുറെ വിരൂപമായിട്ടുണ്ടാവും. ഉമ്മയുടെ വിരൽ തുമ്പുകളുടെ ഫിംഗർ പ്രിന്റുകളും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഉമ്മയുടെ കൈവിരലുകൾ മാറിപ്പോയിട്ടുണ്ടാകും. ആർക്കു വേണ്ടി തേഞ്ഞൊലിച്ചു എന്ന് ചോദിക്കുമ്പോ, മോനെ മോളെ നമുക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ്, എനിക്കു വേണ്ടിയാണ് ഉരുകി ഒലിച്ചതെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ വെറുതെ ആയുസ് കൂട്ടി വെക്കും. വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ റസൂലുള്ള പഠിപ്പിച്ച ആ ഉമ്മത്തിന്റെ ആയുസ് 60 വന്ന് അവനാന്റെ ഉമ്മാന്റെയും ബാപ്പാന്റെയും വയസ്സൊന്ന് കുറച്ച് നോക്കി, എത്ര കിട്ടണേ? ഇത്ര കൊല്ലുള്ളൂ, അത്ര കൊല്ലുള്ളൂ എന്ന് പറഞ്ഞ അതിന്റെ ഉത്തരം മാക്സിമം എനിക്ക് ഇത്ര കൊല്ലം ഉമ്മാനും ബാപ്പാനും കിട്ടുള്ളൂ എന്നാണ്. മാക്സിമം ഞാൻ ഇത്ര കൊല്ലേ അവരെ പരിപാലിക്കേണ്ടി വരുള്ളൂ. മാക്സിമം എനിക്ക് ഇത്ര കൊല്ലേ അവരെ പ്രാർത്ഥന കിട്ടുള്ളൂ. മാക്സിമം എനിക്ക് ഇത്ര കൊല്ലേ അവരിലൂടെ സ്വർഗം നേടിയെടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ ആ ഉമ്മയെയും ബാപ്പയെയും പുതിയ മക്കൾ താത്വികമായി തിരുത്തിക്കൊണ്ടിരിക്കുക. ഉമ്മ അങ്ങൾ ശരിയായില്ല, ബാപ്പ അങ്ങളെ തീരുമാനമൊക്കെ തെറ്റാണ്. ബാപ്പയെയും ഉമ്മയെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ട മനോഹരമായ കാര്യം. തൊട്ടപ്പുറത്താണോ ഉമ്മയും ബാപ്പയും താമസിക്കുന്ന, ദിവസവും അവിടെ ചെല്ലണം, സംസാരിക്കണം. ദൂരെയാണോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എത്തണം. മക്കളെ ഹോസ്റ്റലിൽ പഠിക്കുന്നവരെ ദിവസം ഉമ്മാനും ബാപ്പാനും വിളിക്കണം. ആ വിളിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ നേട്ടം. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ എൻ്റെ ഉപ്പാന്റെ പഴയ സിമ്മ് കുറെ കാലമായിട്ട് ഉപയോഗമില്ലായിരുന്നു, അത് റീചാർജ് ചെയ്തിട്ട് ആ ഫോൺ എടുത്തിട്ട് എൻ്റെ സഹോദരിമാരൊക്കെ വിളിച്ചു. പാപ്പാന്നുള്ള ഫോൺ കോൾ 5 കൊല്ലമായിട്ട് ആ മൊബൈലിലേക്കൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ അത് വരുമ്പോ ഉണ്ടാകുന്നൊരു വൈകാരികത ഉണ്ട്. ചീത്ത പറയാനെങ്കിലും, തറുതല പറയാനെങ്കിലും, ഉപദേശിക്കാനെങ്കിലും, തലോടാനെങ്കിലും, ചേർത്തു പിടിക്കാനെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അഡ്രസ്സാണ്. അതാരാ? അത് വളപ്പിൽ ബീരാന്റെ കുട്ടിയാന്നുള്ള അഡ്രസ്സാ. എന്താണ് നിർഭയത്വം എന്ന് ചോദിച്ചാൽ ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ മുറ്റത്തു കാണലാണ് നിർഭയത്വം. അങ്ങനെ ഒരാൾ ഉണ്ടായാൽ മതി പറയാൻ. ബാപ്പ വലിയ ഗൗരവക്കാരെന്ന വിചാരം നമ്മളെ. ബാപ്പ ഭയങ്കര മുഖം കറുപ്പിച്ചടക്കുന്ന മനുഷ്യൻ, അങ്ങനെയൊന്നുമല്ല.
ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ പേറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ വേണ്ടി പകലന്തിയോളം പണിയെടുത്തപ്പോൾ ഉപ്പയുടെ സ്വഭാവം ഒന്ന് പരുഷമായി പോയിട്ടുണ്ടാകാം. നമ്മളൊന്ന് ചേർത്തു പിടിച്ചൊരു ചുംബനം കൊടുത്താൽ തീരാവുന്ന ഉരുകിയൊലിക്കാവുന്ന ദേഷ്യവും വാശിയും അവിടെ ഉള്ളൂ. നമ്മൾക്കൊന്നിനും നേരല്ല. അവനവന്റെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർ കടന്നു വരുമ്പോൾ അടുക്കളയിൽ ഓടിക്കളിക്കുന്ന ഉമ്മയെ കൊണ്ടുവന്ന് ഇതെന്റെ ഉമ്മയാണ് എന്ന് ചേർത്തു പിടിച്ച് പരിചയപ്പെടുത്താൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? തൊടിയിൽ പണിയെടുക്കുന്ന വാപ്പയുടെ ശരീരത്തിൽ ഐക്കുണ്ടാകും. ശരി, വാപ്പ അവിടെ വരൂ, കൂട്ടുകാർ വന്നിട്ടുണ്ട് ഉപ്പാനെങ്ങനെ പരിചയപ്പെടുത്തി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ പറയണം ഇതിന്റെ വാപ്പയാണ്. ആ വാപ്പയും ഉമ്മയും വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് ആ 5 സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം അവരെ മയ്യത്ത് നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുക എന്ന ചെറിയ സ്വപ്നങ്ങളല്ല. ബുഖാറയിൽ ഒരു ഉമ്മാക്ക് ഒരു മകൻ ജനിച്ചു, പേര് ഇസ്മായിൽ. ആ ഉമ്മയുടെ വലിയ ആഗ്രഹം മകനെ വലിയ പണ്ഡിതനാക്കി തീർക്കണമെന്നതാണ്. പക്ഷേ മകന് കണ്ണിനു കാഴ്ചയില്ല. ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് മകന് കാഴ്ച തിരിച്ചു കിട്ടി. ആ മകൻ പിന്നീട് വിശ്വവിഖ്യാത മഹാപണ്ഡിതനായ ഇമാം ബുഖാരി റഹിമഹുള്ളാഹി തീർന്നു. ഇവിടുന്ന് ഒരു ഹദീസ് വായിച്ച് റവാഹു ബുഖാരി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഇമാം ബുഖാരിയുടെ ഖബറിലേക്ക് മാത്രമല്ല, ഇമാം ബുഖാരിയുടെ ഉമ്മയുടെ ഖബറിലേക്ക് ആ വെളിച്ചമുണ്ട്. ജാമിയ സലഫിയുടെ വാതായനങ്ങളിൽ കടന്നു കയറിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നാം പറയുന്ന ക്ലാസുകളുടെ, നാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളുടെ, നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ, നാം നടത്തുന്ന ദഅ്വാ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച, പ്രാർത്ഥനാ മനസ്സുമായി പറഞ്ഞയച്ച എന്റെ മകൻ, എന്റെ മകൾ നാളെ സമുദായത്തിന് ഉപകാരപ്പെടുന്നവരാകണമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക് കൊടുക്കണം. അവരെ സങ്കടപ്പെടുത്തരുത്, വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയുടെ കഥ എനിക്കറിയാം. അത്ര കാലം വാപ്പ ചേർത്തു പിടിച്ച് ഖുർആൻ ക്ലാസ്സിന് പോയ ഉമ്മ, മഹലിൽ സജീവമായി ഇടപെട്ടൊരു വാപ്പ, അതേ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിരന്തരമായി MSMന്റെ ക്ലാസ്സുകൾക്ക് പോലും വന്നൊരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. ഓരോ വാപ്പയും ഇങ്ങണ്ടല്ലോ നിക്കാഹ് കുത്തുബ നടത്തുമ്പോ ഓരോ വാപ്പാരും ഹൃദയം പെടക്കും. 18 കൊല്ലം ഇങ്ങളെ നോക്കിയിട്ട് പിന്നെ നോക്കാൻ പറ്റാത്തോണ്ടല്ല മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നേ. അള്ളാന്റെ ഉത്തരവാദിത്തം അള്ള ഏൽപ്പിച്ച ഒരു ബാധ്യത ആയതുകൊണ്ടാ. എന്റെ കുട്ടിയെ ഞാൻ നോക്കിയ പോലെ പരിപാലിക്കുമോ എന്ന ആവലാദികൾ ആ ഉപ്പാന്റെ മനസ്സിലുണ്ട്. ആ ഉപ്പ അന്വേഷിച്ചു പോയ ചെറുക്കനെ കുറിച്ച്. എടുത്തു പറയാൻ ഒരു നന്മ പോലും ലഭിച്ചില്ല ആ കുടുംബത്തെ കുറിച്ച്. ആ മകനും ആ മകളും ആ ചെക്കനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഉപ്പയെ കണ്ട് ചേർത്തു പിടിക്കും, ഉപ്പയുടെ കൈകളിലേക്ക് ഓടി വരുമെന്ന് കരുതി ആ മകൾ ആ ചെക്കനെ ഇങ്ങനെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈ വാപ്പാനേക്കാളും എനിക്കിഷ്ടം, എനിക്ക് സ്നേഹം, എനിക്ക് ഏറ്റവും പ്രിയം, അയാളെക്കാൾ നല്ല മനുഷ്യൻ ഇയാളാണ് എന്ന് പറഞ്ഞു. വാപ്പ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആ സ്റ്റേഷനിൽ പുറത്തേക്ക് ഓടി. നമ്മൾ എന്തു കൊടുത്തു ഉമ്മാക്കും ബാപ്പാക്കും ജീവിതത്തിൽ കൊടുക്കേണ്ട ഏറ്റവും മനോഹരമായ കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച സമാധാനത്തോടു കൂടി ഇമ്മാനും ബാപ്പാനും ഉറങ്ങായ്ക്കുക എന്നുള്ളതാണ്. മക്കളാകുന്ന നമ്മളെ കുറിച്ച് ഒരു ആവലാതിയും വേവലാതിയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. വാർദ്ധക്യമെത്തിയ ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടാകും. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ആയുർദൈർഘ്യത്തിന്റെ ഓരോ ഘട്ടത്തിലും കൂടെ നിന്നവർ, ചെറുപ്പത്തിൽ നമ്മുടെ വായിലൂടെ ഒലിച്ചിറങ്ങിയ ഉമിനീർ തുള്ളികളെ തേനായി കണ്ട ഉമ്മയും ബാപ്പയും, എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും നമ്മുടെ മലമൂത്ര വിസർജനങ്ങളെ വൃത്തിയാക്കിയവർ, നമ്മൾ നടത്തം പഠിച്ചപ്പോൾ അത്രമേൽ ശ്രദ്ധിച്ച് പലവരു റോഡുകളിലേക്ക് ഓടിപ്പോയ നമ്മളെ പിറകുന്നു വലിച്ചു കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ബാക്കിയുണ്ട്. ഒരു തണുത്ത കാറ്റടിച്ചപ്പോൾ, ഒരു കൊതുകന്ന് പാറിയപ്പോൾ നമ്മളെ ഇങ്ങനെ അണച്ചു പിടിച്ച ഉമ്മ, ആ ഉമ്മയും ബാപ്പയും ജീവിതത്തിൽ ഇപ്പൊ ദുനിയാവിൽ ബാക്കിയുണ്ടെങ്കിൽ നാളെ അവരെ വായിലൂടെ ഒലിച്ചിറങ്ങുന്ന ഉമിനീർ തുള്ളികളെ നമ്മൾ തേനായി കാണുമോ ഉമിനീരായി കാണുമോ എന്നതാണ് ചോദ്യം. അവരെ മലമൂത്ര വിസർജനങ്ങളെ അറപ്പോടും വെറുപ്പോടും കൂടി വൃത്തിയാക്കുമോ, അല്ല എന്റെ സ്വർഗമാണ് ഇത് എന്ന് തിരിച്ചറിവോടുകൂടി വൃത്തിയാക്കുമോ എന്നതാണ് ചോദ്യം. അവിടെയാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. ഞാൻ ദീർഘിപ്പിക്കുകയില്ല, പറഞ്ഞാലും എഴുതിയാലും ഒടുങ്ങാത്ത 2 പേർ. പറയാനൊക്കെ ഭയങ്കര, പക്ഷെ അവനാന്റെ ജീവിതത്തിൽ ആ സ്നേഹം ഉമ്മാക്കും ബാപ്പാക്കും ഫീൽ ചെയ്യണം. പഞ്ചസാര ഇങ്ങനെ കുപ്പിന്റെ ഉള്ളിൽ വെക്കാൻ നല്ല രസമാണ്, പക്ഷെ മധുരം എന്താന്ന് അറിയില്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുഭവപ്പെടണം, എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ട,
വിളിക്കും, എന്നും വിളിക്കുന്ന വിളിയിലുണ്ടല്ലോ. ഉമ്മാനെ വിളിച്ച് ഉമ്മ എന്താ വാപ്പാന്റെ വിശേഷം എന്ന് ചോദിക്കരുത്. വാപ്പാക്ക് ഫോൺ കൊടുക്കി എന്ന് പറഞ്ഞ് വാപ്പയോട് വിശേഷങ്ങൾ ചോദിക്കണം. മക്കളില്ലാത്തത് മാത്രല്ല വാപ്പാനി ഇമ്മാനി സങ്കടം, ഉള്ള മക്കളാൽ പരിഗണിക്കപ്പെടാതെ പോകുന്നതാ. BEd പഠിച്ച സമയത്ത് ഇങ്ങനെ കൂടെ ഒരു എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അവനോ 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അവൻ പറഞ്ഞ വർത്താനം, എന്റെ കുട്ടിയെ ഒരു ദിവസം പോലും കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂല. പക്ഷെ നാളെ ഇതേ കുട്ടി നാളെ എന്നോട് മിണ്ടാതിരുന്നാൽ എന്റെ അവസ്ഥ എന്താവും? എങ്കിലും സ്വയം ഇങ്ങനെ ആലോചിച്ച് നോക്ക്. എന്നു മുതൽ നമുക്ക് നമ്മുടെ വാപ്പ ശത്രുവായത്? എന്നു മുതൽ നമ്മൾക്ക് വാപ്പാനെ കണ്ണ് പറ്റാതായത്? എന്നു മുതലാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വാപ്പയും ഉമ്മയും വിലങ്ങുതടിയാകാൻ തുടങ്ങിയത്? വെറുതെ ആലോചിക്കുക. എവിടെയൊക്കെയോ പരിവർത്തനങ്ങൾ ആവശ്യമില്ലേ എന്ന് ആലോചിക്കുക. ജീവിതത്തിന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയാൽ, യാത്ര ചോദിക്കാൻ മാപ്പ് ചോദിക്കാൻ പോലും സമയം നൽകാതെ മരിച്ചു പോയാൽ, ജീവിതത്തിൽ നമ്മൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ശൂന്യത, വീടിന്റെ ബർക്കത്ത് ഇങ്ങനെ പോകും. 10 മക്കൾ ഇങ്ങനെ, ഞങ്ങൾ 10 മക്കൾ ഉമ്മയുടെ ചുറ്റിൽ നിന്നാലും ആ ഒരൊറ്റ മനുഷ്യന്റെ വിടവെന്താന്ന് കുടുംബത്തിന് 6 കൊല്ലായിട്ട് അറിയാം. അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമുള്ള വെളിച്ചമുണ്ടാകും. അണയും വരെയും അത് മനസ്സിലാകണമെന്നില്ല. നമ്മുടെ വീട്ടിലത്തെ ഓരോ പല്ലിക്കും തൊടൂലെ പുല്ലിനും ഉമ്മാനും ബാപ്പാനൊക്കെ നല്ലോണം അറിയും. നമ്മളാകുന്ന മക്കൾ എത്ര അറിഞ്ഞു എന്നുള്ളതാ വിഷയം. നമുക്ക് ഈ ലോകത്തുള്ള സകലമാന വിവരങ്ങളും കയ്യിലുണ്ട്. ഉമ്മയുടെ ഇന്നലത്തെ പനിയും ഉമ്മാക്ക് ഇന്നലെ വന്ന തലവേദനയും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഉപ്പയുടെ കടങ്ങളുടെ ഭാരക്കെട്ടുകൾ എത്രയാണ് നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല. നമ്മുടെ ഒരുപാട് ജോഡി വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് വാപ്പ ധരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയെ താരതമ്യം ചെയ്യുക. നമ്മൾ ധരിക്കുന്ന ഒരുപാട് ജോഡി ഷൂകൾക്കിടയിൽ നിന്ന് വാപ്പ ധരിക്കുന്ന ചെരുപ്പിന്റെ വലിപ്പവും അതിന്റെ വിലയും ഒന്ന് താരതമ്യം ചെയ്യുക. അങ്ങാടിയിൽ വിയർത്തൊലിക്കുന്ന വാപ്പാക്കറിയാം 40 ഉറുപ്പിയെടുത്ത ജ്യൂസ് കിട്ടുന്നുള്ള കാര്യം. ആ 40 രൂപക്ക് ഫ്രൂട്ട്സ് വാങ്ങി വീട്ടിലേക്ക് വാപ്പ വരുന്നതേ എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ കൂടെ അവരും സന്തോഷിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ. ആ നമ്മൾക്ക് വേണ്ടി ജീവിതത്തെ ഉരുകി ഒലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾക്കൊന്ന് ജീവിച്ചൂടെ? 50 കഴിഞ്ഞ വാപ്പാൻ എന്തിനാ നമ്മൾ തിരുത്താൻ പോണേ? എന്തിനാ ഉമ്മയെ വേദനിപ്പിക്കാൻ പോണേ? കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ മാത്രമായി ജീവിക്കുന്നവർ, നിങ്ങളുടെ നല്ല ഭാവി മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ആ ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താ? ആ ജീവിതത്തിൽ എന്തു ബർക്കത്തുണ്ടാവുമെന്ന് നമ്മൾ പറയണേ. ലഹരിക്കടിമപ്പെടാതിരിക്കാൻ ജീവിതത്തിൽ മുറുകെ പാലിക്കേണ്ട എല്ലാ ശീലങ്ങളെയും എല്ലാ ചിട്ടകളെയും പഠിപ്പിച്ചെന്നിട്ടും നമ്മൾ ആ വാതായനങ്ങൾ തുറന്ന് കടന്നു പോകുന്നുവെങ്കിൽ, നാളെ നമ്മളെങ്ങാനും ഒരു കേസിന് പിടിച്ചാൽ പിറ്റേ നിങ്ങളെ വാപ്പാന്റെ മുഖത്ത് നോക്കി ആൾക്കാർ പറയില്ലേ? നിങ്ങളെ ഉമ്മാന്റെ മുഖത്ത് നോക്കി മനുഷ്യന്മാര് പരിഹസിക്കൂലേ? ഒരു ആവേശപ്പുറത്ത് ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുമ്പോ വീട്ടിൽ ബാക്കിയാകുന്ന 2 മനുഷ്യരെ കുറിച്ചൊന്ന് ആലോചിക്ക്. എന്തു കുറ്റം ചെയ്തു? വിശ്വസിച്ചതോ? എന്റെ കുട്ടി ഫോൺ വിളിച്ചപ്പോ ആരാന്ന് ഞാൻ ചോദിച്ചു. ഓളെ ചെങ്ങാഴ്ചയാന്നാ പറഞ്ഞേ. ഞാൻ വിശ്വസിച്ചു. പൈസ വാങ്ങി എന്തിനാ? പരീക്ഷക്കാന്നാ പറഞ്ഞേ. സിനിമക്ക് പോകാനാന്ന് എനിക്കറിയില്ലേനി. ഓന്റെ കൂടെ കറങ്ങാൻ പോകാനെന്നുള്ള കാര്യം എനിക്കറിയില്ലേനി. പ്രിയപ്പെട്ടവരെ, ചതിക്കരുത്, വഞ്ചിക്കരുത്. അവർക്കെങ്ങാനും സങ്കടം വന്ന് ആ സങ്കടം കൊണ്ട് നമ്മൾക്കെതിരൊരു പ്രാർത്ഥന വന്നാൽ ഉരുകി ഒലിക്കും നമ്മുടെ ജീവിതം, ചാരമായി പോകും. എന്തു വന്നാലും എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ ഇട്ടോ എന്ന് പറയുന്ന ആ 2 മനുഷ്യ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ അഡ്രസ് തീരും. ഇവിടെ പഠിച്ചിരുന്ന പ്രിയ സീനിയർ ആദിൽ മജീദ് സലഫിയുടെ വരികളുണ്ട്. ഉമ്മാ അങ്ങൊരു വിലാപം പകരമാവില്ലെന്നറിയാനെടുത്തു വിയോഗം. പോകണ വരെ അറിയില്ല. കൂടെ ഉണ്ടോ? മഹാഭാഗ്യ. സ്നേഹിക്കാൻ, ഉൾക്കൊള്ളാൻ, ജീവിതത്തോട് ചേർത്തു പിടിക്കാൻ നമ്മൾക്ക് പറ്റണം. ഉമ്മയും ബാപ്പയും ഒക്കെ മരണപ്പെട്ടു പോയാലും അവരൊന്നും ജീവിതത്തിൽ നിന്ന് പെയ്തൊയ്യുന്നില്ല. തോരാതെ ജീവിച്ച കാലം മുഴുവൻ അത് നമ്മെ ഇങ്ങനെ ആ മഴ, ഉമ്മയാകുന്ന മഴ, വാപ്പയാകുന്ന മഴ,
നമ്മളെ ഇങ്ങനെ നനച്ചുകൊണ്ടേയിരിക്കും. അവർ നൽകിയ ഓർമ്മകളും അവർ നൽകിയ ഉപദേശങ്ങളും അവർ നൽകിയ ചുംബനങ്ങളും അത് നമ്മളെ കുളിരണിയിച്ചു കൊണ്ടേയിരിക്കും. ആ രണ്ടുപേരെ സ്നേഹിക്കണം, ആ രണ്ടുപേരെ തൃപ്തിപ്പെടുത്തണം. അവർക്ക് ദുനിയാവിൽ ആരോട് പെരുമാറുന്നതിനേക്കാളും വളരെ മാന്യമായി വഖുല്ലഹുമാ ഖൗലൻ കരീമ, സംസാരിക്കണോ ഹൃദ്യമായിട്ട് സംസാരിക്കണം. വലാ തൻഹർഹുമാ, ആട്ടി അകറ്റരുത് ഉമ്മയെയും ബാപ്പയെയും. ആ ജോലിയായി പ്രതാപായി മാറുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ വീട് ഇങ്ങനെ കുരങ്ങ് ജീവിതം മാതാപിതാക്കൾക്ക് സമ്മാനിക്കരുത്. ഒരു ദിവസം ഒരു മകൻ, പിന്നെ മകൾ, പിന്നെ മറ്റൊരു മകൻ. ഇല്ല, ഉമ്മയും ബാപ്പയും എൻ്റെ കൂടെയാണ് എന്നല്ല, ഞാൻ എൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെയാണ് താമസിക്കുന്നത് എന്ന് ആത്മാഭിമാന അന്തസ്സോടുകൂടി പറയാൻ പറ്റുന്ന മക്കളായിട്ട് മാറുക. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒന്നും ആകാശത്ത് അടർന്നു വീണവരും ഭൂമിയിൽ നിന്ന് മുട്ടിപ്പൊളച്ച് വന്നവരുമല്ല. നമ്മൾക്കൊരു ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മകളൊക്കെയും ചെയ്തുകൊണ്ടേയിരിക്കുക. മരണപ്പെട്ടു കഴിഞ്ഞാലും ബാധ്യതകളുണ്ട്. അവസാനിപ്പിക്കുന്നു. ഒന്ന്, അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മയ്യിത്ത് നമസ്കാരമാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ കാണാം. എൻ്റെ വാപ്പ മരിച്ചാൽ എൻ്റെ വാപ്പാന്റെ മയ്യിത്ത് ഒളിപ്പിക്കാൻ എനിക്ക് ഇന്നോളം അറിയില്ല എങ്കിൽ എൻ്റെ വാപ്പയുടെ തലയുടെ ഭാഗത്ത് നിന്ന് അല്ലാഹു എന്ന് പറഞ്ഞ് നെഞ്ചത്തു കൈകട്ടി പ്രാർത്ഥിക്കാൻ മകനായ മകളായ 10-20 കൊല്ലം ദുനിയാവിൽ എന്നെ പഠിപ്പിച്ച അമ്മാക്കും ബാപ്പാക്കും വേണ്ടി 5 മിനിറ്റ് സമയം മാറ്റിവെച്ച് ആ പ്രാർത്ഥന പഠിക്കാൻ എനിക്ക് ഇന്നും ആയിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക. അവർക്ക് വേണ്ടി അലിസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി പാപമോചനത്തെ തേടിക്കൊണ്ടേയിരിക്കുക. മനസ്സിൽ ചിന്തയിൽ ഉമ്മയും ബാപ്പയും കടന്നു വരുന്ന ഘട്ടങ്ങളിലൊക്കെയും അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാഹു റഹ്മു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. 3, ആ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട അലിംഫാദു അഹദീമ, അവരെ കരാറുകൾ ഉണ്ടാകും, അവരെ വാഗ്ദാനങ്ങൾ ഉണ്ടാകും, അവരെ വസിയത്തുകൾ ഉണ്ടാകും. അത് നിലനിർത്തി അത് നടപ്പിലാക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. 4, മാതാപിതാക്കൾ മുഖാന്തരമുള്ള ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം, അത് അണയാതെ കൊണ്ടുപോകണം. ഉമ്മയോടൊന്നും കളിതമാശ പറഞ്ഞിരുന്ന, ഉപ്പയോട് സംസാരിച്ചിരുന്ന, ഉപ്പയുടെ നേരം പോക്കുകളായിരുന്ന, ഉപ്പാക്ക് തമാശകൾ പങ്കുവച്ചിരുന്ന, ഉപ്പയുടെ വേദനകളെ ഉപ്പയുടെ വേദനകൾക്ക് അതേ ശമനം നൽകിയിരുന്ന കൂട്ടുകാരുണ്ടാകും. ആ കൂട്ടുകാരെ ഒരു പക്ഷേ അവരെ മക്കൾ പോലും പരിഗണിക്കുന്നില്ലെങ്കിൽ എന്താ കാക്ക വർത്താനം, സുഖല്ലേ? നമ്മളെ കാണുമ്പോ അവര് പറയും, ഇജ്ജ് അന്നാളെ മോനല്ലേ, എനിക്ക് ഇപ്പോൾ ആ സ്നേഹക്കണ്ടില്ലേ, എൻ്റെ ഉപ്പാക്ക് പഠിച്ച സ്വർഗം കൊടുക്കട്ടെ എന്ന് പറയും. നമ്മളിലൂടെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ സ്മരിക്കപ്പെടുക എന്നുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ലഭിക്കപ്പെടുക എന്നുള്ളത് അതേറെ വലിയ കർമ്മമാണ്. 5, ഇക്റാമു സ്വദീഖിഹിമ, അവരെ കൂട്ടുകാരെ ആദരിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ബന്ധങ്ങളെയൊക്കെ ചേർത്തു പിടിച്ച് ഈ കടമകൾ പാലിച്ച് ഉമ്മയിലൂടെയും ബാപ്പയിലൂടെയും സ്വർഗം നേടിയെടുക്കുന്ന, ആ സ്വർഗത്തിന്റെ കവാടത്തിൽ പ്രവേശിക്കുന്ന മക്കളാകാൻ പരിശ്രമിക്കുക, ചേർത്തു പിടിക്കുക. ലിബറൽ കാലഘട്ടത്തിൽ എന്തിന് ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ പരിഗണിക്കണം, ജീവിതകാലം മുഴുവൻ ഞാൻ എന്തിനു വേണ്ടി അവർക്ക് ത്യാഗം ചെയ്യണം എന്ന് ചോദിക്കുന്ന വർത്തമാനങ്ങൾക്ക് മുമ്പിൽ ആത്മാഭിമാന അന്തസ്സോടെ വിളിച്ചു പറയണം, അതേ എൻ്റെ റബ്ബിന്റെ കൽപ്പനയാണ്, എൻ്റെ റബ്ബിന്റെ കൽപ്പനയാണ്. അത് പറയാൻ, അത് ലംഘിക്കാൻ, അതിനെ തിരുത്താൻ നീ ആരാനടാ എന്ന് ആർജവത്തോടു കൂടി പറയാൻ പറ്റുന്ന മക്കളായിട്ട് മാറാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.